യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. നമ്മുടെ കർത്താവായ യേശു നമ്മെപ്പോലെ മനുഷ്യവേഷമെടുത്തവനാണ്. യേശുവിന് വിശന്നു എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശിഷ്യരോടൊത്ത് പടകിൽ സഞ്ചരിക്കവേ പടകിൻ്റെ അമരത്ത് അവൻ തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ദാഹിക്കുന്നു എന്നവൻ പറഞ്ഞിട്ടുണ്ട്. നമ്മെപ്പോലെ വിശപ്പും ദാഹമുള്ളൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ലാസർ മരിച്ച 4-ാമത്തെ പകൽ അവൻ ബഥാനിയിലേക്ക് വരുമ്പോൾ, ലാസർ മരിച്ചിട്ട് 4 ദിവസമായ നാറ്റം എല്ലാവർക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശുവിനും അത് അനുഭവപ്പെട്ടതാണ്. മാർത്ത പറഞ്ഞു, കർത്താവേ, അവൻ മരിച്ചിട്ട് 4 ദിവസമായി നാറ്റം വെച്ചു തുടങ്ങി. എല്ലാവരും മരിച്ചതിൻ്റെ നാറ്റമാണ് സംസാരിച്ചത്. എന്നാൽ യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അനുഭവപ്പെട്ടത് യേശുവിന് അനുഭവപ്പെട്ടെങ്കിലും യേശു കർത്താവ് എല്ലാവരും സംസാരിച്ചതുപോലെയല്ല സംസാരിച്ചത്. അവൻ പറഞ്ഞു, ഈ നാറ്റം അല്പനേരത്തേക്കുള്ളതാണ്. ലാസർ പന്തിക്കിരിക്കുന്നത് ഞാൻ കാണുന്നു. ആ പന്തിക്കിരിക്കുന്ന ആ പകൽ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം സുഗന്ധം പരക്കുന്നത് ഞാൻ കാണുന്നു. ആത്മാവിൽ അവനത് തിരിച്ചറിഞ്ഞു. പിതാവ് വ്യക്തമായി ആലോചന കൊടുത്തിരുന്നു. താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് താൻ അറിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനത്തിൽ വിശ്വസിക്കുന്നുവോ? നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ നോക്കി നിങ്ങൾ സംസാരിക്കരുത്. അസാധ്യതകളെ നോക്കി സംസാരിക്കരുത്. ദൈവം എന്താണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? യേശു കർത്താവ് പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, താൻ ക്രൂശീകരണത്തിലേക്ക് അടുക്കുന്ന സമയത്ത് തൊട്ടു മുൻപിൽ ക്രൂശീകരണമാണ്. എന്നാൽ യേശു ശിഷ്യരോട് എന്താണെന്ന് പറഞ്ഞത്? പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ക്രൂശീകരണമല്ലേ നടക്കാൻ പോകുന്നത്? അതല്ലേ പറയേണ്ടത്? അതികഠിനമായ വേദനയല്ലേ മുൻപിലുള്ളത്? പക്ഷേ അവൻ പറഞ്ഞത് എന്താണെന്നോ? പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. യേശു വീണ്ടും ശിഷ്യരോട് ആവർത്തിച്ചു, തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാറ്റം വെച്ചതുപോലെ ഇന്ന് പകൽ അനുഭവപ്പെടുന്നുണ്ടോ? അസാധ്യമാണെന്ന് ലോകം വിധിയെഴുതി വിഷയത്തിന് നടുവിലാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? വിളിച്ചു പറ, യഹോവയ്ക്ക് സകലതും കഴിയും. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ഞാൻ കാണും. എൻ്റെ യേശു എന്നോട് പറഞ്ഞത് സംഭവിക്കും. അതെ, നീ വിളിച്ചു പറ. ദൈവം എന്താ നിന്നോട് പറഞ്ഞത്? അത് സംഭവിക്കാൻ പോവുകയാ. നാളുകളായി നീ കേട്ട വാഗ്ദത്തം എന്താണ്? നിന്റെ അകത്ത് നിന്നെ ചലിപ്പിക്കുന്ന ശബ്ദമേതാണ്? കൂടെ 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 ദൈവം നിന്നോട് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആലോചനയുണ്ടല്ലോ, അത് വിളിച്ചു പറ. അസാധ്യതകളുടെ നടുവിൽ വിളിച്ചു പറ. ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. 3.5 വർഷമായി ദേശത്ത് മഴ പെയ്തിട്ട്. ഇന്ന് പകൽ വിളിച്ചു പറയണം. തളർന്ന് കിടക്കാനല്ല. അസാധ്യതകളുടെ നടുവിൽ നിരാശയുടെ പടുക്കുഴിയിൽ ആണ്ടുപോകാനല്ല. വിളിച്ചു പറയണം, എൻ്റെ യേശു വാക്കുമാറാത്തവനാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അബ്രഹാം തൻ്റെ 100-ാമത്തെ വയസ്സിൽ അത് പ്രഖ്യാപിച്ചു. എൻ്റെ ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനാണ്. ദൈവവചനത്തോട് പ്രതികരിക്കുക. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. ലോകം പറയുന്നത് ശ്രദ്ധിക്കരുത്. നിന്റെ ശരീരത്തിൽ നിനക്ക് അനുഭവപ്പെടുന്ന നാറ്റത്തെ നീ വിശ്വസിക്കരുത്. വചനത്തെ വിളിച്ചു പറയുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ.